ഹായ് നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂവിക്ക് പോവുകയാണ്. ഇപ്പോൾ ഭയങ്കര ഇതായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഫസ്റ്റ് സൂപ്പർ ഹീറോ സൂപ്പർ വുമൺ എന്ന് പറഞ്ഞ അങ്ങനത്തെ ജോണറിലുള്ള ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ, ലോക. അപ്പോൾ അത് കാണാൻ പോവാണ്. ഇവിടെ റിലീസായ അന്ന് അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ പോകാമെന്നുള്ള ഇവിടെ പപ്പയ്ക്കും മക്കൾക്കും ഒക്കെ ഒരു അങ്ങനെയായിരുന്നു. റിവ്യൂ കേൾക്കില്ലെങ്കിലും അവർ കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു മൂവിയാണ്. അപ്പോൾ പിള്ളേർ പറഞ്ഞ് എന്തായാലും നമുക്കത് കാണാൻ പോവാം. ഇവിടെ സിറ്റി സെൻറ്ററിലാണ്. കാരിഫോറോ പല പല പേരുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഞാനൊക്കെ കാരിഫോർ എന്നാണ് പറയാം. അപ്പോൾ അത് കാണാൻ പോവുകയാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ജോണറിലുള്ള മൂവീസൊന്നും അങ്ങനെ കാണാൻ പോവാറില്ല. പോവും, പക്ഷേ എനിക്ക് കൂടുതൽ മറ്റേ ഫാമിലി ഓറിയൻറ്റഡ് മൂവീസും അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. നമ്മുടെ ഹൃദയപൂർവ്വം അത് കണ്ടിട്ടില്ല. അങ്ങനത്തെയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ പിള്ളേരുടെ കൂടെയൊക്കെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ, നല്ല ഇതുകളും കാണുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മൂവി കഴിഞ്ഞിട്ട് എന്താണ് റിവ്യൂ എന്ന് പറയാനൊന്നും ഞാനാണല്ല. എന്തായാലും നോക്കട്ടെ, മൂവി കണ്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ലോക പടം കാണാൻ പോവാണ്. എല്ലാരും ഭയങ്കര സൂപ്പറായിട്ട് പറയണ പടം അല്ലേ? എന്തായാലും കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതെ, അമ്മ എക്സൈറ്റഡ് ആണോ ലോക കാണാൻ? എക്സൈറ്റഡ് ഒന്നുമല്ല, എനിക്ക് അങ്ങനത്തെ മൂവീസ് സൂപ്പർ ഹീറോ സൂപ്പർ വുമൺ ഒക്കെ അല്ലേ, അങ്ങനത്തെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവര് കാണുന്ന ഈ വാമ്പയർ അതൊന്നല്ല. യൂണിവേഴ്സ് നോക്കാം നമുക്ക് എങ്ങനെയാണ്. എനിക്ക് സാധാരണ ഫാമിലി ഓറിയന്റഡ് അങ്ങനത്തെ ഹൃദയപൂർവ്വം ടൈപ്പൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ളത്. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമല്ല. ഇത് കുഴപ്പമില്ല. ഈ ജോണർ എങ്ങനെയാണെന്ന് കണ്ടിട്ട് പറയാം. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചില്ല. നമ്മുടെ കൂടെ ഞങ്ങൾ മാത്രമാണ് സിനിമയ്ക്ക് പോകുന്നത്. ഞങ്ങളാണ് സിനിമയ്ക്ക് പോകുന്നത്. മൂവി കാണാൻ പോവാണ്. എക്സൈറ്റഡ് അല്ലേ? ഞാൻ എക്സൈറ്റഡ് ഒന്നുമല്ല. എക്സൈറ്റഡ് ആണ്. ഞാൻ ഈ മൂവി ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ടൈം സൂപ്പർ വുമൺ മൂവി അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ അമ്മ ഇപ്പൊ കടം കണ്ടിട്ട് നോക്കാം കണ്ടിട്ട് എങ്ങനെയാന്ന് നോക്കാം. ഇത് സിറ്റി സെന്ററിലാണ് കേട്ടോ, കെയർഫോറില് മൂവി ഉള്ളത്. ഉച്ചയ്ക്ക് 1:40 മൂവി. ഈ സമയത്ത് ഞങ്ങൾ ഒരിക്കലും കാണാറില്ല. പക്ഷെ നാളെ ക്ലാസ് ഓഫീസുള്ള കാരണം കൊണ്ട് നേരത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ നേരത്തെ എത്താലോ എന്നോർത്ത് സിറ്റി സെൻറ്ററിലെത്തിട്ടോ. ഉള്ളിൽ ഞങ്ങളുടെ അവിടെ നിന്ന് അജ്മൻ സിറ്റി സെൻറ്ററിലേക്ക് ഒരു 10 മിനിറ്റിൻ്റെ ഡ്രൈവേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ സാധാരണ പോവാറുള്ളത് ഈ ഫിലിമിനാണ് അധികം പോവാറ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ HNM പോകും എന്നല്ലാതെ സിറ്റി സെൻറ്ററിലല്ല, നമ്മുടെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടേക്കാണ് അധികം പോവാറ്. ഇവിടെ മെയിനായിട്ട് മൂവി കാണലാണ് മെയിനായിട്ടുള്ളത്. മാക്സ്, HNM മാത്രമല്ല, മാക്സ് പിന്നെ സ്പ്ലാഷ് എല്ലാത്തിൻ്റെയും നല്ല ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട് ഇവിടെ. തിയേറ്റർ എത്തിയിട്ടോ. തിയേറ്റർ മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ആഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മൂവി തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുമല്ലോ, എപ്പോഴാണ് എഴുതി കാണിക്കാമെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ എടുക്കാറില്ല, മക്കൾ എടുത്തത് ആ വീഡിയോ ഞാൻ എടുത്ത് പൊക്കി ഇന്ത്യയിലേക്ക് ഇട്ടത്. എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. നമ്മൾ മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ എങ്ങനെയുണ്ട് മൂവി, ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമുണ്ടായില്ല. ഇൻ്റർവെല്ലിൽ വരെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് മോള് ചോദിക്കുകയായിരുന്നു മക്കൾ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. എൻ്റെ പൂ മൂവി എന്നോട് എങ്ങനെയാണെന്ന് ചോദിച്ചു സിനിമ കഴിഞ്ഞപ്പോൾ. ഞാൻ ഇങ്ങനത്തെ ജോണർ അധികം കാണാനിരിക്കാറില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അവർക്ക്, എനിക്ക് ഇഷ്ടപ്പെടുമെന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായി, കാണാനൊക്കെ നല്ല ഇതാണ്, നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് ഇതെന്ന് പറഞ്ഞു അവരോട്. സൂപ്പർ. അത് കഴിഞ്ഞാൽ ഐസ്ക്രീം പതിവാണല്ലോ. അപ്പോൾ ഐസ്ക്രീം കഴിക്കാതെ നമുക്കൊരു സിനിമ കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആസ് യൂഷ്വൽ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ അത് കംപ്ലീഷൻ അവിടെ ഐസ്ക്രീമും വേണം. അപ്പോൾ അതും കൂടെ കഴിച്ച് നല്ല സന്തോഷത്തോടു കൂടി നമ്മളത് അവിടെ നിന്ന് പിരിഞ്ഞ്. ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം എന്തായാലും ഉണ്ടാവാറുണ്ട്. മാസ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലൊക്കെ കാണില്ല, അങ്ങനെ സൂപ്പറാ. കുറേ കാര്യങ്ങൾ ഉണ്ട്.
പിന്നെ മലയാളത്തിൻ്റെ ഐതിഹ്യം വെച്ച് അതുകൊണ്ട് അതൊരു നമുക്ക് അറിയുന്ന കഥയുമാണ്. സോ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ അത് മാത്രമല്ല സിനിമ കഴിഞ്ഞു എന്ന് വിചാരിക്കും ഒരു പ്രാവശ്യം, പക്ഷെ എണീക്കരുത്. പിന്നെയും കഴിഞ്ഞു എന്ന് വിചാരിക്കും, അപ്പോഴും എണീക്കരുത്. അത് കഴിഞ്ഞിട്ട് എണീക്കും. അപ്പോൾ ഞങ്ങൾ മൂവിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ വീഡിയോ കൺക്ലൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് ദിവസമായി കണ്ടിട്ട്, മൂവി കണ്ടിട്ട് കുറച്ച് ദിവസമായി. മൂവി ഭയങ്കര മൂവിയാണ് കേട്ടോ. നമുക്ക് മലയാളികൾക്കൊക്കെ പ്രൗഡാവാവുന്ന ഒരു ഇതാണ്, ഫിലിമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അകത്ത് മറ്റേ എന്താ പറയുക, എല്ലാ മേക്കിങ് സിനിമ, പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്. നമ്മൾ വീട്ടിലിരുന്ന് കാണുന്ന പോലെയല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ 100-200 കോടിക്കൊക്കെ ചെയ്യാണ്ട് മിനിമം അത്രയെങ്കിലും വരുന്നത്, ഇതിപ്പോൾ എത്രയോ 35 or 40 ഒക്കെ എല്ലാം ആയിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ബഡ്ജറ്റ് കുറച്ചിട്ടൊക്കെ ഇട്ടാക്കിയതിന് മലയാളികൾക്ക് എല്ലാവർക്കും മറ്റേ അഭിമാനിക്കാം, നമ്മൾ മലയാളികളായതിനെ അഭിമാനിക്കാം എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. പിന്നെ മ്യൂസിക്കിന് ഫിലിമിനെ കുറിച്ചിട്ട് റിവ്യൂ പറയാനൊന്നും ഞാൻ ആളല്ല. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോണറിൻ്റെ ആളായിരുന്നില്ല, പക്ഷേ എന്നാലും ഇത് കാണാനായിട്ട് നല്ല നമുക്ക് ഗൂസ് ബംസ് ഒക്കെ വരും. നന്നായി കാണാൻ നമുക്ക് ഇഷ്ടപ്പെടും, ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്നതാണ്. ഭയങ്കര ഹൈപ്പാണ് ഇതിന്. എല്ലാം സിനിമാറ്റോഗ്രാഫി ആയാലും അതിൻ്റെ എല്ലാ മേക്കിങ്ങും എല്ലാം സെറ്റൊക്കെ നന്നായിട്ടുണ്ട്, ആക്ടിങ്ങും എല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്കതിലാത്ത കിളിയേ ആ പാട്ട് ഞാൻ മുമ്പ് പാടാറുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ പാടാറുള്ള പാട്ടായിരുന്നു. അത് പിന്നെ ഓർമ്മ വന്നത് ഇപ്പോഴാണ്. അയ്യോ ഈ പാട്ട് പാടിയാലോ എന്നൊക്കെ ആലോചിച്ചു. അപ്പോൾ പിള്ളേർ പറയാണ് ആ പാട്ട് റീമിക്സ് ആയിട്ട് പാടേണ്ടതാണ് അമ്മേ, അത് ട്രെൻഡിങ് ആണ് ഇപ്പോൾ, അത് റീമിക്സ് പാടിയാൽ മതി, മറ്റോണം പാടണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് റീമിക്സ് ആയിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബ്ലോക്കൊക്കെ വരും, അതായത് നമുക്ക് ആ വീഡിയോ തന്നെ ഇടാൻ പറ്റാതെയോ. അപ്പോൾ ഞാനത് ഷോർട്സിൽ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് തന്നെ ഇന്ന് തന്നെ ഞാൻ ഷോർട്സിലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റീമിക്സ് ആണ്, ഒരുപാട് ഇഫക്ട്സ് ഉള്ള പോലത്തെ അങ്ങനത്തെ ഒരു റീമിക്സ് ആണല്ലോ. അപ്പോൾ അത് ഇടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവർക്ക് അത് കേട്ടിട്ട് ഇഷ്ടമാണെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.